actually be a Roman when you're Rome എന്ന് പറയുന്നത് എവിടെ ചെന്നാലും ആ ഒരു കൾച്ചറും ആ ഒരു ലാംഗ്വേജ് അഡോപ്റ്റ് ചെയ്ത പല കാര്യങ്ങളും നല്ലത്. സോ സാറിന് ഇപ്പോൾ നെക്സ്റ്റ് ടൈം നമ്മൾ അതേ പ്ലേസിൽ ചെല്ലുമ്പോൾ വി ഡോണ്ട് ഫൈൻഡ് ദാറ്റ് ദർ ഇസ് എ ബിഗ് ഒബ്സ്റ്റക്കിൾ ഓർ ലാംഗ്വേജ് ബാരിയർ ഉണ്ടാവില്ല. ലൈക്ക് ആസ് യു സെഡ് your father, your mother, everyone were settled in Tamil Nadu, and you are also born and brought up in Tamil Nadu. And how come you speak good Malayalam? Okay, again linguistic adoption. ഞാനിപ്പോൾ വീട്ടിൽ ഞങ്ങളുടെ മലയാളം സംസാരിക്കുകയാണെന്ന് വെച്ചാൽ കേരളത്തിൽ ആരെങ്കിലും അത് കേട്ടാൽ ഭയങ്കരമായിട്ട് ചിരിക്കും. ഞങ്ങൾ പാണ്ഡിത്യ മലയാളമാണ്. അതെ, കോയമ്പത്തൂരിൽ ഇവിടെ ഞങ്ങളെപ്പോലെ ജനറേഷനായിട്ട് ഇവിടെ വളർന്ന ആൾക്കാർക്ക് we have a peculiar Malayalam. ഇപ്പം എങ്ങനെയാണ് കുറേ തമിഴ് യൂസ് ചെയ്യും ഞങ്ങൾ, മനസ്സിലായില്ലേ? ഇൻഫാക്റ്റ് എൻ്റെ കസിൻസൊക്കെ ആയിട്ട് ചിലപ്പോൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ തമിഴിലാണ് സംസാരിക്കുക. ആൻഡ് മെനി ഓഫ് എസ് റൈറ്റ് ഈതർ ഇൻ ഇംഗ്ലീഷ് ഓർ ഇൻ തമിഴ് within our communicate. But now that I go to Kerala more often because of my business, അപ്പോൾ ഞാനതങ്ങനെ പിക്ക് ചെയ്തു ആൻഡ് I can talk relatively well. I mean, as a Malayali, sometimes I feel a little guilty. But yet, you know, then I try. Multilinguistic now. Multilinguistic in a way. But difficult to get that accent also. But not very good accent. But multilinguistic, when you are having this handicap, നമ്മുടെ ഓൺ മദർ ടങ്ങിന് അത്ര ഭംഗിയായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള, ലൈക്ക് ആൻ അറബിക് ഐ ക്യാൻ സ്പീക്ക് ഓർ ഇംഗ്ലീഷ് ഐ ക്യാൻ സ്പീക്ക്, കുറച്ച് റഷ്യനും കുറച്ച് ജാപ്പനീസും അറിയും. ബട്ട് എനിക്ക് മലയാളം സംസാരിക്കുമ്പോൾ ഐ എം ബിറ്റ് നെർവസ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ വല്ല തെറ്റ് ചെയ്യണ്ടോ എനിക്കൊരു പേടി, കോൺഷ്യസ്നെസ്. എനിക്ക് ഞാൻ ഇഫ് യു ഹാവ് ടൈം ഐ ടെൽ യു എ ജോക്ക്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഐ വാസ് ഗോയിങ് ടു ഒറ്റപ്പാലം, മൈ പ്ലേസ്. അപ്പോൾ ഇവിടുന്ന് പാലക്കാട്ടിലെ ബസ്, പാലക്കാട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് വേറെ ബസ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് എല്ലാം മലയാളത്തിലാണല്ലോ, എനിക്ക് അറിയില്ല. അപ്പോൾ ഒരു വയസ്സായിട്ടുള്ള ഒരു ലേഡിയുടെ ചോദിച്ചു, ഇത് ഒറ്റപ്പാലം പോകണമെന്നാണോ? അപ്പോൾ എന്നെ നോക്കിയിട്ട് ഷൂസും ഷർട്ടും പാൻറ്റൊക്കെ ഇട്ട് പഠിക്കുന്ന കാലത്ത് പഠിച്ചില്ല അല്ലേ? അത് ഇപ്പോൾ എനിക്ക് മലയാളം സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും അത് ഇങ്ങനെ ഫ്ലാഷസ് illiterate in front of that old lady. അതാണ് കോൺസെപ്റ്റ്. സാർ വന്നിട്ട് ഈ STF ഡിസ്റ്റിലറീസ് ചെയ്യുന്നുണ്ടല്ലോ, ആക്ച്വലി നിങ്ങൾ എന്ത് പ്രോഡക്റ്റാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഇൻ കേരള റം ആൻഡ് ബ്രാൻഡിങ്, അതാണ് മാർക്കറ്റ്, 90% ഓഫ് ദ മാർക്കറ്റ്. സോ വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദാറ്റ്. ബട്ട് അതിലും സിൻസ് ഐ ലിവ്ഡ് ആൻഡ് സ്റ്റഡീഡ് അബ്രോഡ്, I always make sure there is some kind of a value addition in whatever we do. That's why we have brought in, for the first time in India, a rum based on herbal tradition. And that also, since I told you that I am very much inclined for history. Now that I am a life member of KCHR, that is Kerala Council for Historical Research. Our KCHR we have done ഇവിടെ ഈ മതിലകം എന്നൊക്കെ പറയും, കൊടുങ്ങല്ലൂരിൻ്റെ അടുത്ത്. So I'm very much into this. So you're going for research kind of things? This is, yeah, I do. Because basically I've done, I'm a lover of Tamil literature. But Tamil literature, the best of the Tamil literatures have come from what is today Kerala. That's correct. And most of Malayalam words are actually derived from Dravidian language. Dravidian, അതെ. അപ്പോൾ അങ്ങനെ ഞാൻ I stumbled upon a great book called Hortus Malabaricus. അത് വന്നിട്ട് it was written in 1693, compiled by the Dutch East India Company, 1693. അപ്പോൾ അത് വന്നിട്ട് one of the best books ever written on Indian horticulture. I see. Horticulture. അതിൽ ഇതിനെ പറ്റിയിട്ട് എങ്ങനെ how to make certain herbal rum എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. So I deciphered. I went all the way to Netherlands to study that. Oh, so you have really made a good research about the product which you are producing right now. So ഈ rum and brandy, sir പറഞ്ഞല്ലോ കേരള മാർക്കറ്റ്, കേരളത്തിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ലിക്കർ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരുണ്ട്. മൊബിലിറ്റി എങ്ങനെയാണ്? ലൈക്ക് യു ആർ ഓൺലി സപ്ലൈയിങ് ഇൻ കേരള ഓർ? ഞാൻ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്, ഗൾഫിക്ക്, ആഫ്രിക്കയ്ക്ക്, പിന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്സ്. Yeah, I think we are one of the very few companies in South India
അത് ചെയ്യാൻ ടു എക്സ്പോർട്ട്. റം ആൻഡ് ബ്രാൻഡി അല്ലാണ്ട് വേറെ അത് ഞങ്ങൾ വേറെ ഒന്നും ചെയ്യുന്നില്ല, ബിക്കോസ് ദർ ഈസ് നോ മാർക്കറ്റ്. ഐ ഹാവ് ടു ഗോ ബിഹൈൻഡ് ദ മാർക്കറ്റ് ഇല്ലേ. ഞങ്ങൾ ഇവിടുന്ന് വി വർ ആക്ച്വലി വൺ ഓഫ് ദി ഫസ്റ്റ് ടു സ്റ്റാർട്ട് മട്ട റൈസ്, പാലക്കാട് മട്ട റൈസ് ടു ഫാർ ഈസ്റ്റ് ആൻഡ് ടു യൂറോപ്പ്. ഓക്കെ, അതിൻ്റെ പോപ്പുലാരിറ്റി അന്ന് അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ ലോട്ട് ഓഫ് ന്യൂ കമ്പനീസ് ഹാവ് കം ഔട്ട് ബ്യൂട്ടിഫുള്ളി. ദേ ആർ ഡൂയിങ് ഫ്രം കേരള. ഈ ഡബിൾ ഹോസ് എന്നൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നല്ല ദേ ആർ ഓൾ ഡൂയിങ് എ ഗുഡ് ജോബ്. സോ സ്ലോലി ഐ കെയിം ടു ഈ പൊന്നി ഇങ്ങനത്തെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള റൈസ്, തമിഴ്നാട് റൈസ്, ഈവൻ പാലക്കാട് റൈസ് ഇസ് കമ്മിങ് ഫ്രം തമിഴ്നാട്. ഇവിടുന്നാണ് ഞാൻ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പിന്നെ ഞങ്ങൾ എഗ്സ്, വി വർ വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റാർട്ട് എഗ്സ് ഫ്രം നാമക്കൽ വിച്ച് ഇസ് നിയർ കോയമ്പത്തൂർ. ദെൻ ടീ. സോ ഞാൻ കുറേ കാലം റഷ്യയിലുണ്ടായിരുന്നു. സോ ഐ വാസ് പാർട്ട് ഓഫ് ദി റഷ്യൻ ടീ ട്രേഡിംഗ് ഫെഡറേഷൻ. സോ വി വർ ഇമ്പോർട്ടിംഗ് ഫ്രം ഇന്ത്യ അന്ന്. Then after I established my company in Coimbatore way back in early 90s, we started exporting also from here to mainly to Russia. Now the Russian market has gone down. But we Gulf, Saudi Arabia, then to Far East. Tea leaves dust. See, foreign but dust dust is basically for Keralites. Keralites, okay. Yes. Normally this other foreign country people used to go no. Dust illannu parnilla. We do send dust. Dust goes for tea bag chena companies undallo. Avare for blending purpose they take some. Basically I'm specializing in Nilgiris tea. Nilgiris. Appa Nilgiris tea also for example Lipton. Like number 1 in the world, Lipton's yellow label. The companies, they also buy Nilgiri tea for blending purpose. Okay. But basically, not much of dust goes from here.